ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ റിവറ്റ്സ് എന്നുള്ള ചാപ്റ്ററായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി റിവറ്റിൻ്റെ കുറച്ചുകൂടെ നമുക്കുണ്ട്, റിവറ്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ബോൾട്ടഡ് കണക്ഷനുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് റിവറ്റ് വാല്യൂ എന്ന് പറയുന്നത്. റിവറ്റ് വാല്യൂ എന്നല്ല, ഒരു റിവറ്റിൻ്റെ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് റിവറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ നമ്പർ ഓഫ് റിവറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇതിൽ ഒരു റിവറ്റിൻ്റെ സ്ട്രെങ്ത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിവറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ് ഈസ് കോൾഡ് റിവറ്റ് വാല്യൂ. ഇനി ഈ റിവറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും. അപ്പോൾ നമ്മുടെ ഒരു റിവറ്റ്, ഞാനിപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു ലാബ് ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാനിങ്ങനൊരു റിവറ്റ് കൊണ്ട് കണക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനിവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ടൊരു ഷിയർ പ്ലെയിൻ ഫോം ചെയ്യും. ആൻഡ് ആ ഒരു സർഫസിന് അലോങ് ആയിട്ട് നമ്മുടെ റിവറ്റ് ഫെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തുമാത്രം സ്ട്രെങ്ത് ഈ റിവറ്റിനുണ്ട്, അതാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെയുള്ള ഏതാണ്, ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റാണ്. ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ്. ഓക്കെ, ഒരു റിവറ്റിൻ്റെ ഷിയറിംഗ് സ്ട്രെങ്ത് എത്രയെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ് എന്ന് പറയുന്നത് SS, അതായത് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ π/4 × d⁻² ഇൻറ്റു ടോ VF ആണ്. ഓക്കെ, ഇതിൽ ഈ D' എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്ററാണ്. D' എന്ന് എന്താണ്, റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്ററാണ്. ആൻഡ് ഈ ടോ VF എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ടോ VF എന്ന് പറയുന്നത് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സാണ്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സാണ്. ആൻഡ് നമ്മൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചത് 0.45 FO ആണ് നമ്മൾ പെർമിസിബിൾ വാല്യൂസ് പഠിച്ചത്. പക്ഷേ നമ്മളിവിടെ എല്ലാം എടുക്കുന്നത്, ഞാൻ അന്നേരം തന്നെ പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എടുക്കുന്നത് 0.4 FO ആണ്. അപ്പോൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എത്രയാണ്, 0.4 FO. അതിൽ FO എന്താണ്, നമ്മുടെ ഈൽഡ് സ്ട്രെസ്സാണ്. സോ π/4 d⁻² ഇൻറ്റു ടോ VF ചെയ്യുമ്പോൾ നമുക്ക് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ് കിട്ടും. ഓക്കെ, ഇനി ഇഫ് പ്ലേറ്റ് ഈസ് ഇൻ ഡബിൾ ഷിയർ, അതായത് ഇതിപ്പോൾ ലാബ് ഇതിപ്പോൾ എന്താണ്, ഈ ഒരു സിസ്റ്റം ഞാൻ വരച്ചിരിക്കുന്നത് ലാബ് ജോയിൻ്റാണ്. സോ അതിൽ ഒരു ഷിയർ പ്ലെയിനേ ഉള്ളൂ. എന്നാൽ അതേസമയം നമ്മൾ പഠിച്ചതാണ്, അതായത് നമ്മുടെ ബഡ് ജോയിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ കവർ ബഡ് ജോയിൻറ്റ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. ഇവിടെ എത്ര ഷിയർ പ്ലെയിൻ ഉണ്ട്, ഒരു ഷിയർ പ്ലെയിൻ മാത്രമേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവിടെ എത്ര ഷിയർ പ്ലെയിൻ ഉണ്ട്, 2 ഷിയർ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് പ്ലേറ്റ് ഈസ് ഇൻ ഡബിൾ ഷിയർ, അപ്പോൾ ഇവിടെ 2 ഷിയർ പ്ലെയിൻ ഉള്ള ഒരു പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷിയറിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു റിവറ്റിന് ഒരു ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ് ഇൻ സിംഗിൾ ഷിയർ ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞത്. അപ്പോൾ ഡബിൾ ഷിയർ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു π/4 ഇൻറ്റു d⁻² ഇൻറ്റു ടോ VF, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിയറിൻ്റെ കിട്ടിയല്ലേ. ഇനി അടുത്ത് നമുക്ക് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് കണ്ടുപിടിക്കാം. അതിൽ മിനിമം ആണ് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് റിവറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് നോക്കാം. ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് ഇസ് ഈക്വൽ ടു BS ഇസ് ഈക്വൽ ടു D' ഇൻറ്റു T ഇൻറ്റു 300 എന്നാണ്. D' ഇൻറ്റു T ഇൻറ്റു 300. അതിൽ D' എന്ന് പറഞ്ഞാൽ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്ററാണ്. T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. ഈ 300 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ്. എന്താണ്, പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ്, അതാണ് ഈ 300 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു റിവറ്റിൻ്റെ കാര്യമാണ്. പക്ഷേ ഒരു ജോയിൻ്റ് എടുക്കുമ്പോൾ അവിടെ കുറേ നമ്പർ ഓഫ് റിവറ്റ്സ് ഉണ്ടാവും അല്ലേ. ഒരു ജോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറേ നമ്പർ ഓഫ് റിവറ്റ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെങ്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാറുള്ളത് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു റിവറ്റിൻ്റെ എന്തായിരുന്നു, π/4 ഇൻറ്റു d⁻² ഇൻറ്റു ടോ VF ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ജോയിൻ്റ് എടുക്കുമ്പോൾ അവിടെ കുറേ നമ്പർ ഓഫ് റിവറ്റ്സ് ഉണ്ടാകും. സോ ഇൻറ്റു N ചെയ്യുക. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ് ആണ്. ഓക്കെ അല്ലേ. ഇനി അത് ഡബിൾ ഷിയർ ആണെന്ന് പറയുന്നെങ്കിൽ എന്ത് വേണം, ഇതേ ഇൻറ്റു 2 വേണം. എന്താണ്, ഇഫ് ഡബിൾ ഷിയർ ആണെന്ന് പറയുവാണെങ്കിൽ. ഇതിപ്പോൾ സിംഗിൾ ഷിയറിൻ്റെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ബിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഒരു റിവറ്റിൻ്റെ എന്തായിരുന്നു, D' ഇൻറ്റു T ഇൻറ്റു 300 ആയിരുന്നു. അപ്പോൾ അതേ ഇൻറ്റു നമ്പർ ഓഫ് റിവറ്റ്സ് ചെയ്യുക. സോ നമുക്ക് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് കിട്ടും. ഓക്കെ, നമ്മൾ ഇനി നമ്പർ ഓഫ് റിവറ്റ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ബഡ് ജോയിൻ്റ് എടുക്കുവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ബഡ് ജോയിൻ്റ്
ഇതാണ് 2 പ്ലേറ്റ്. അതിനെ ഞാൻ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സപ്പോസ് ഇവിടെ ആയിട്ട് ഒരു 4 റിവറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. ഒരു സൈഡിൽ തന്നെ 4 റിവറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും 4 റിവറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പ്ലേറ്റിലും ടോട്ടൽ എത്ര റിവറ്റ് ഉണ്ട്? 8 റിവറ്റ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്നിൻ്റെ വാല്യൂ 8 അല്ല, അത് തെറ്റാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് n=4 ആണ്. അതായത് ഒരു പ്ലേറ്റിൽ എത്ര റിവറ്റ് ഉണ്ട്? ഒരു പ്ലേറ്റിൽ എത്ര റിവറ്റ് ഉണ്ട്? 4 റിവറ്റാണുള്ളത് ഇവിടെ. സോ n=4 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 8 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് 8 ഓൺ ഈച്ച് സൈഡ് ഓഫ് ബഡ് ജോയിൻറ്റ്. ഓക്കെ, ഒരു സൈഡ് ബഡ് ജോയിൻ്റ് ഒരു സൈഡ്. ഇവിടെ ഇപ്പം ഞാൻ 4 പറഞ്ഞതിന് പകരം ഇവിടെ എന്ത് പറയുന്നു? 8 റിവറ്റ് ഉണ്ടെന്ന് പറയുവാണ്. ഒരു പ്ലേറ്റിൽ 8 റിവറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റിവറ്റ്സ് എത്രയാണ്? 8 ആണ്. ഇനി ഒരു പ്ലേറ്റിൽ 4 ഉള്ളെങ്കിൽ നമ്പർ ഓഫ് റിവറ്റ്സ് എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി ഒരു ഡബിൾ റിവറ്റ് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറയുവാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം എത്ര റിവറ്റ് വേണം? 2 റിവറ്റ്സ് എങ്കിലും വേണം. ഓക്കെ, ഡബിൾ റിവറ്റ് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം 2 റിവറ്റ്സ് എങ്കിലും വേണം. സോ ആ കേസിൽ n തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ n=2 ആയിട്ട് നിങ്ങൾക്കങ്ങ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് റിവറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം? ലോഡ് ഡിവൈഡഡ് ബൈ റിവറ്റ് വാല്യൂ. അതായത് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഞാനിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ലോഡ് പി എന്ന് പറയുന്ന ലോഡ് കൊടുക്കും അല്ലേ ഞാൻ. അപ്പോൾ ആ ലോഡ് ഡിവൈഡഡ് ബൈ റിവറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെങ്ത് ഓഫ് 1 റിവറ്റാണ്. ഒരു റിവറ്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നമ്പർ ഓഫ് റിവറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തിയറി സ്ട്രെങ്ത് ഓഫ് റിവറ്റ് പ്ലേറ്റ് ആണ്. ഓക്കെ, അടുത്തെന്താണ്? സ്റ്റിയറിംഗ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അതായത് നമ്മളിപ്പോൾ റിവറ്റിൻ്റെ ഡിസൈൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എന്തായിരുന്നു? റിവറ്റ് വാല്യൂ. റിവറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും ആണ്. ഇനി ഒരു ജോയിൻറ്റിന് ഒരു സ്ട്രെങ്ത് ഓഫ് എ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടെ ഉണ്ട്? പ്ലേറ്റിൻ്റെ സ്ട്രെങ്തും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ പ്ലേറ്റ് കൂടുതലും എന്താണ്? ടിയർ ചെയ്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ടിയറി സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് TS എന്നാണ്. = B - ND - T × 150 എന്നാണ്. ഇതിൽ 150 എന്ന് പറയുന്നത് പെർമിസിബിൾ ടിയറിംഗ് സ്ട്രെസ്സാണ്. എന്താണ്? പെർമിസിബിൾ ടിയറിംഗ് സ്ട്രെസ്സാണ് 150 എന്ന് പറയുന്നത്. ഇനി ഈ B - ND - T എന്ന് പറയുന്നത് ആ പ്ലേറ്റിൻ്റെ നെറ്റ് ഏരിയയാണ്. ഓക്കെ, അതിന് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലേറ്റ്. ഓക്കെ, ഇതിൽ ഞാൻ 3 റിവറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ടിയർ ആവുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ സ്പ്ലിറ്റായി പോകും. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ആ പ്ലേറ്റ് എന്ന് പറയുന്നത് 2 പീസസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇങ്ങനെ മാറും. ഓക്കെ, ഇതാണ് ഒരു പീസ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു പീസും കൂടി കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്ലേറ്റിൻ്റെ ടോട്ടൽ വിഡ്ത്ത് B ആണെന്ന് വയ്ക്കുക. ഈ ഒരു ടോട്ടൽ വിഡ്ത്ത് B ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നമ്പർ ഓഫ് ഹോൾസ്. ഓക്കെ, നമ്പർ ഓഫ് ഹോൾസ് എത്രയുണ്ട്? ഇവിടെ ഇപ്പോൾ 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് അവിടുത്തെ നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇവിടുത്തെ നെറ്റ് വിഡ്ത്ത് കിട്ടാനായിട്ട് ഈ ഒരു കേസിലാണെങ്കിൽ നെറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് വരും? B. ടോട്ടൽ എന്ന് പറയുന്ന വിഡ്ത്ത് B ആണ് -ND-. അതാണ് ഇക്വേഷൻ. അതായത് B - N എന്ന് പറഞ്ഞാൽ എത്ര റിവറ്റ് ഹോൾസ് ഉണ്ട്? 3 റിവറ്റ് ഹോൾ ഉണ്ട്. സോ B - 3 × D' ചെയ്താൽ നമുക്ക് ഇവിടുത്തെ നെറ്റ് വിഡ്ത്ത് കിട്ടി. ഇനി ഏരിയ കിട്ടാൻ എന്താണ്? നെറ്റ് ഏരിയ കിട്ടാനായിട്ട് = ഈ B - 3D' × T തിക്നെസ് ചെയ്യണം. അപ്പോൾ ഇതിനെയാണ് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? B - ND' × T എന്ന് എഴുതിയിരിക്കുന്നത്. അത് നെറ്റ് ഏരിയയാണ് നമുക്ക് വേണ്ടത്. നെറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഏരിയയിൽ നിന്നും ആ റിവറ്റ് ഹോൾസിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത് കിട്ടാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആദ്യം എന്താണ്? നെറ്റ് വിഡ്ത്ത് കണ്ടുപിടിക്കുക. നെറ്റ് വിഡ്ത്ത് എന്നത് ടോട്ടൽ വിഡ്ത്ത് B ആണ് പ്ലേറ്റിൻ്റെ. അതിൽ നിന്ന് നമ്പർ ഓഫ് റിവറ്റ് ഹോൾസ് മൈനസ് ചെയ്യുക. നമ്പർ റിവറ്റ് ഹോൾസിൻ്റെ ഏരിയ മൈനസ് ചെയ്യുക. അതായത് N × D' നമ്മൾ മൈനസ് ചെയ്യണം. അതേ ഇൻറ്റു എന്താണ് T ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഏരിയ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഇവിടെ π/4 D² ചെയ്ത് മൈനസ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും എളുപ്പ വഴിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ വിഡ്ത്ത് അതിൽ നിന്നും നമ്പർ N × ആ ഡയമീറ്റർ ഓഫ് ഹോൾസ് മൈനസ് ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ വിഡ്ത്ത് നെറ്റ് വിഡ്ത്ത് കിട്ടും. ആ നെറ്റ് വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ചെയ്യുമ്പോൾ അവിടുത്തെ നെറ്റ് ഏരിയ കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടിയറിംഗ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ആണ് നമുക്ക് കിട്ടിയത്. എന്താണ്? B - ND' × T × 150. 150 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിസിബിൾ ടിയറിംഗ് സ്ട്രെസ് ആണ്. ഓക്കെ, പെർമിസിബിൾ ടിയറിംഗ് സ്ട്രെസ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ടിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് ആണ് നമുക്കിനി സ്ട്രെങ്ത്. ആദ്യം നമ്മൾ പറഞ്ഞത് സ്ട്രെങ്ത് ഓഫ് എ റിവറ്റ് ആയിരുന്നു. സ്ട്രെങ്ത് ഓഫ് റിവറ്റ് കിട്ടാൻ എന്താണ് ചെയ്തത്?
നമ്മുടെ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് റിവറ്റും കണ്ടുപിടിച്ചു. അതിൽ മിനിമം എടുത്തു. ഇനി എനിക്ക് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഈസ് ദ മിനിമം ഓഫ് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ്, ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ആൻഡ് ടിയറിംഗ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ മിനിമം വാല്യൂ ആണ് സ്ട്രെങ്ത് ഓഫ് എ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റും എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ നിന്ന് സ്ട്രെങ്ത് ഓഫ് വൺ റിവറ്റാണ്. റിവറ്റ് വാല്യൂ കിട്ടാനാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെങ്ത്തും ബിയറിംഗ് സ്ട്രെങ്തും കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ടിയറിംഗ് സ്ട്രെങ്തും കൂടി കമ്പയർ ചെയ്യുക. ഇതിൽ ഏതാണോ മിനിമം അതാണ് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ദീസ് ത്രീ. ഓക്കെ, അപ്പോൾ അതിൽ റിവറ്റിൻ്റെ സ്ട്രെങ്ത് റിലേഷൻ നമുക്ക് അതേ പറയാനുള്ളത്. ഇതിനിടത്ത് നമുക്ക് നോക്കാനുള്ള റിവറ്റ് ഫെയിലിയേഴ്സാണ്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് 6 ടൈപ്പ് ഫെയിലിയറാണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റാണ്. ഓക്കെ, റിവറ്റിന് ഷിയർ ഫെയിലിയർ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പം 2 പ്ലേറ്റ്സിനെ ഞാൻ എന്ത് ചെയ്തു? റിവറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് കാണുന്നതാണ്, ഇതാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ അവിടുത്തെ ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ഷിയർ പ്ലെയിനാണ് ആ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോഡ്, സപ്പോസ് ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് പി എന്നുള്ള ലോഡ് ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു വെച്ചോ. സോ ഈ ഒരു അപ്പർ പ്ലേറ്റിന് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ടെൻഡൻസി കാണാം, ഈ ഒരു ലോ പ്ലേറ്റിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും? ഈ ഒരു ബോൾട്ടിൻ്റെ ഭാഗം ഇങ്ങോട്ടേക്കും ഇത് ഇങ്ങോട്ടേക്കും ഷിയർ ഓഫ് ചെയ്ത് പോവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷിയർ ഫെയിലിയർ ഓഫ് ബോൾട്ട് എന്ന് വിളിക്കുന്നത്. ബോൾട്ടല്ല, റിവറ്റ്. ഓക്കെ, ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഷിയർ ഫെയിലിയർ റിവറ്റ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ ഷിയർ സ്ട്രെസ് ഇൻ റിവറ്റ് എന്ന് പറഞ്ഞാൽ എക്സീഡ്സ് ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, റിവറ്റിൽ ഇവിടെ വരുന്ന ഒരു ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ റിവറ്റിൻ്റെ ഷിയർ സ്ട്രെങ്തിനെ എക്സീഡ് ചെയ്യുവാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഡബിൾ ഷിയർ ആണ്. എന്തുകൊണ്ട്? 2 ഷിയർ പ്ലെയിൻസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻ ഡബിൾ ഷിയർ. ഇനി അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ റിയൽ ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഈ റിവറ്റ് 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു, റിവറ്റ് ഷിയറായി പോയതുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ടും വിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ. ഓക്കെ, ഇതെന്താണ്? ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റ് ആണ്. ഇവിടെ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം, ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? ദെൻ ഷിയർ സ്ട്രെസ് ഇൻ റിവറ്റ് എന്ന് പറയുന്നത് എക്സീഡ്സ് ഷിയർ സ്ട്രെങ്തിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ്. ഇനി ഇവിടെ വേറൊരു കാരണം കൊണ്ടുണ്ട്. ഇഫ് rivets are smaller than necessary. ഓക്കെ, അതായത് നമുക്കിവിടെ ആവശ്യമുള്ള റിവറ്റിൻ്റെ സൈസിനേക്കാളും ചെറിയ സൈസ്ഡ് റിവറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റ് സംഭവിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുന്നത് ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ആണ്. ഓക്കെ, ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കി, ഇവിടെ എന്ന് വെച്ചാൽ ഒക്കേഴ്സ് വെൻ ഷിയർ സ്ട്രെസ് ഇൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എക്സീഡ്സ് ഷിയർ സ്ട്രെങ്ത്. അതായത് ഈ പ്ലേറ്റിൽ വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആ പ്ലേറ്റിന് ഒരു ഷിയർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്നും എക്സീഡ് ആവുകയാണ്. അങ്ങനെയാണെങ്കിലാണ് ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു എന്തുകൊണ്ട് ഉണ്ടാവാം? ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ് കാരണവും ഉണ്ടാവാം. ഓക്കെ, അതായത് ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു റിവറ്റ് കൊടുക്കുന്നത് ഈ ഒരു എഡ്ജിൽ നിന്ന് കുറച്ച് എഡ്ജ് ഡിസ്റ്റൻസ് മിനിമം ഒരു എഡ്ജ് ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതിലും കുറവാണ് ഞാനിവിടേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്താണ് ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഷിയർഡ് അലോങ് റിവറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിവറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ അതിന് അലോങ് ആയിട്ട് പ്ലേറ്റ് ഷിയർ ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ്. അതെന്തുകൊണ്ടുണ്ടാകാം? ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ് കാരണവും ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കാം. ഓക്കെ, ഇത് ഇവിടുത്തെ പോയിൻ്റാണ്. ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റിന് ഉണ്ടാവാനുള്ള കാരണമാണ് ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ്. ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റ് ആണെങ്കിലോ, റിവറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ നെസസറി ആണെങ്കിൽ ഷിയർ ഫെയിലിയർ ഓഫ് റിവറ്റ് സംഭവിക്കാം. ഇനി അടുത്ത് വരുന്നത് ടിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ആണ്. ടിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കുന്നത് ഒക്കേഴ്സ് വെൻ ടെൻസൈൽ സ്ട്രെസ് ഓൺ നെറ്റ് സെക്ഷൻ എക്സീഡ്സ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, നേരത്തേക്ക് നമ്മൾ പറഞ്ഞതിൽ ഷിയറിനെ പറ്റിയായിരുന്നല്ലേ പറഞ്ഞത്. ഇനി ഇവിടെ ടിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കുകയാണ്. ടിയറിംഗ് ഉണ്ടാവാൻ കാരണം അവിടെ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സാണ്. ഓക്കെ, ടിയറിംഗ് ഉണ്ടാവാൻ കാരണം എന്താണ്? ടെൻഷനാണ്. നമ്മൾ ആ പ്ലേറ്റിൽ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സാണ്
ടീർ ഉണ്ടാവാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് വെൻ ഈ ഒരു നെറ്റ് സെക്ഷനിൽ ഒരു ടിയറിങ് സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അതെന്ന് പറഞ്ഞാൽ എക്സീഡ്സ് ടെൻസൈൽ സ്ട്രെങ്ത്, അതിൻ്റെ ഒരു ടെൻസൈൽ സ്ട്രെങ്തിനെ എക്സീഡ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ടിയറിങ് ഓഫ് പ്ലേറ്റ് സംഭവിക്കും. ടിയറിങ് ഓഫ് പ്ലേറ്റ് സംഭവിക്കുമ്പോൾ എന്തേ ആ ഒരു നെറ്റ് സെക്ഷന് എക്രോസ് ആയിട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടോൺ ഔട്ടായിട്ട് പോകും, ടിയർ ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ നെറ്റ് സെക്ഷൻ ടിയറിങ് അക്രോസ് റിവറ്റ് ഹോൾസ്, അതാണ് ടിയറിങ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുവാണ് ഒന്നും കൂടെ പറയുകയാണ്, ഒക്കേഴ്സ് വെൻ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട് നെറ്റ് സെക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ് സെക്ഷൻ. ഓക്കെ, ഇതാണ് എൻ്റെ നെറ്റ് സെക്ഷൻ. ആ നെറ്റ് സെക്ഷൻ എലോങ് ആയിട്ട് നമുക്ക് എന്ത് ഒരു ടെൻസൈൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ എക്സീഡ്സ് ദ ടെൻസൈൽ സ്ട്രെങ്ത്. ഇവിടുത്തെ ടെൻസൈൽ സ്ട്രെങ്തിനെ എക്സീഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഈ പ്ലേറ്റ് ടോൺ ഔട്ട് ആയിട്ട് പോകും. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇഫ് റിവറ്റ്സ് ആർ സ്ട്രോങ്ങർ ദാൻ പ്ലേറ്റ് ആണെങ്കിലും ടിയറിങ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കാം. ഓക്കെ, നമ്മുടെ യൂസ് ചെയ്യുന്ന റിവറ്റ് എന്ന് പറയുന്നത് പ്ലേറ്റിനേക്കാളും സ്ട്രോങ്ങർ ആണെങ്കിലും ടിയറിങ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കാം. ഓക്കെ, ഇനി അടുത്ത സ്പ്ലിറ്റിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ആണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ഉണ്ടാവാൻ കാരണം ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. എന്താണ്? ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്പ്ലിറ്റിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഓക്കേഴ്സ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഇവിടെ എഡ്ജ് ഡിസ്റ്റൻസ് ഒക്കെ കുറവാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ് സംഭവിക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ആണ്. ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ്, അതായത് നമ്മുടെ ഈ ഒരു റിവറ്റ് ഹോളിന് എറൗണ്ടായിട്ട് നമ്മളെ ഈ പ്ലേറ്റ് മെറ്റീരിയൽ ക്രഷ് ചെയ്ത് പോകും. അതിനാണ് നമ്മൾ ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് അല്ലെങ്കിൽ ക്രഷിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഒക്കേഴ്സ് വെൻ ബിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ റിവറ്റ് ആൻഡ് പ്ലേറ്റ് എക്സിഡ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അതായത് ഈ റിവറ്റിനും പ്ലേറ്റിനും ഇടയിൽ ഒരു ബിയറിംഗ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലേ. ആ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേറ്റിൻ്റെ സ്ട്രെങ്തിനെ എക്സീഡ് ചെയ്യുന്ന സമയത്താണ് ബിയറിംഗ് ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, എന്താണ് ക്രഷിങ് കാരണം ഇവിടെ നമ്മുടെ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ, ആ ഹോളെന്ന് പറഞ്ഞ് ഇലോങ്ങേറ്റഡ് ആയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ക്രഷിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ റിവറ്റ്സ് ആർ സ്ട്രോങ്ങർ ദാൻ പ്ലേറ്റ്. ഈ പറഞ്ഞ അതേ റീസൺ ഇവിടെ വരും. എന്താണ്? റിവറ്റ്സ് ആർ സ്ട്രോങ്ങർ ദാൻ പ്ലേറ്റും പിന്നെ ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ് കാരണം ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കാം. ഓക്കെ, റിവറ്റ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റിനേക്കാളും സ്മോളർ ആയതുകൊണ്ടും ഇൻസഫിഷ്യൻറ്റ് എഡ്ജ് ഡിസ്റ്റൻസ് കാരണം ബിയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് സംഭവിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബിയറിംഗ് ഫെയിലിയർ ഓഫ് റിവറ്റ്. ഓക്കെ, റിവറ്റിനും ബിയറിംഗ് ഫെയിലിയർ സംഭവിക്കും. എപ്പോഴായിരിക്കും? പ്ലേറ്റ്സ് ആർ സ്ട്രോങ്ങർ ദാൻ റിവറ്റ്. ഓക്കെ, അപ്പോൾ പ്ലേറ്റും റിവറ്റിനും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ്ങർ ആണ് വെൻ കമ്പയർഡ് ടു റിവറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ബിയറിംഗ് ഫെയിലിയർ ഓഫ് റിവറ്റ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റിവറ്റ് ഡീഫോംഡ് റിവറ്റിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒക്കേഴ്സ് വെൻ ബിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ പ്ലേറ്റ് ആൻഡ് റിവറ്റ് എക്സിഡ് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് മെറ്റീരിയൽ. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ബിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിയറിംഗ് സ്ട്രെസ് നമ്മുടെ ഈ റിവറ്റിനും ഈ പ്ലേറ്റിനും ഇടയിലായിട്ട് ഉണ്ടായിരിക്കും അല്ലേ. അതെന്ന് പറഞ്ഞത് അത് എക്സീഡ്സ് പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ്സാണ്. അതിനെ എക്സീഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഈ റിവറ്റിനെ എടുക്കാൻ പറ്റുന്ന ഒരു പെർമിസിബിൾ വാല്യൂ ഇല്ലേ, അതിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ് ബിയറിംഗ് ഫെയിലിയർ ഓഫ് റിവറ്റ് ഉണ്ടാകുന്നത്. ആൻഡ് അതിൻ്റെ റീസൺ നമ്മൾ പറയുന്നതാണ് പ്ലേറ്റ്സ് ആർ സ്ട്രോങ്ങർ ദാൻ റിവറ്റ്. അങ്ങനെയാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ബിയറിംഗ് ഫെയിലിയർ ഓഫ് റിവറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? റിവറ്റ് ഡീഫോംസ് അല്ലെങ്കിൽ ക്രഷസ് ഡ്യൂ ടു ബിയറിംഗ് പ്രഷർ. ബിയറിംഗ് പ്രഷർ കാരണം ഈ റിവറ്റ് എന്ന് പറഞ്ഞാൽ ഡീഫോം ചെയ്യും അല്ലെങ്കിൽ ക്രഷ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിവറ്റ് ഫെയിലിയേഴ്സിനകത്ത് പഠിക്കാനുള്ള. ഇനി ഓക്കെ, ഇവിടെ നിങ്ങൾ റിവറ്റ് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ സ്റ്റീൽ ബ്രിഡ്ജസിലൊക്കെ നമ്മൾ റിവറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് ഇവിടെയൊക്കെ കാണുന്നത് എന്താണ്? ഇതെല്ലാം എന്താണ്? റിവറ്റാണ്. ഓക്കെ, പിന്നെ റെയിൽവേ ബ്രിഡ്ജസിലും ബോയിലേഴ്സ് ആൻഡ് പ്രഷർ വെസൽസ്, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്, എയർക്രാഫ്റ്റ് സ്ട്രക്ചേഴ്സ് ഇവിടെയെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? റിവറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഞാൻ ഫിഗർ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് വരാനുള്ള ബോൾട്ടഡ് കണക്ഷൻ. നമ്മൾ ഈ ബോൾട്ടും റിവറ്റും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ എന്താണ്? സ്റ്റീൽ സ്ട്രക്ചേഴ്സാണ് അല്ലേ. അവിടെ നമ്മൾ കൂടുതലും റിവറ്റും ബോൾട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെൽഡഡ് കണക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാ കണക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പറ്റും.
അപ്പോൾ അതെ ബോൾട്ടഡ് കണക്ഷനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഒരു ബോൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബോൾട്ടിന് നമ്മൾ റിവറ്റിന് എന്ത് പറഞ്ഞു, ഒരു ഹെഡ് പോർഷൻ ഒരു ഷാങ്ക് പോർഷൻ ഉണ്ടെന്ന് നമ്മൾ റിവറ്റിൽ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പോൾ ഒരു ഹെഡ് പോർഷൻ ഉണ്ട്. ഇവിടെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഷാങ്കാണ്. ആൻഡ് ദിസ് ഈസ് ദ ത്രെഡഡ് പോർഷൻ. ഇതെന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾട്ടിന്. നമ്മളെപ്പോഴും ബോൾട്ടിൻ്റെ കൂടെ നട്ട് ആൻഡ് ബോൾട്ട് എന്നല്ലേ പറയുന്നത് എപ്പോഴും. അത് ബോൾട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തും വേണം, നട്ടും വേണം. അപ്പോൾ ആ നട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ ഹെഡാണ്, ഇതതിൻ്റെ ഷാങ്ക് പോർഷനാണ്. ഇനി ഈ ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ത്രെഡ് പോർഷനാണ്. ഓക്കെ അല്ലേ. ഇനി ഈ ത്രെഡിൻ്റെ ലെങ്തിനെ നമ്മൾ ത്രെഡ് ലെങ്ത് എന്ന് വിളിക്കും. ഈ ത്രെഡ് കൊടുത്തേക്കുന്ന ഈ ഒരു ടോട്ടൽ ലെങ്ത് അതിനെ നമ്മൾ ത്രെഡ് ലെങ്ത് എന്നും, ഈ ഷാങ്ക് വരുന്ന ഈ ഒരു സ്മൂത്ത് ഭാഗത്തിന് നമ്മൾ ഗ്രിപ്പ് ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രിപ്പ് ലെങ്ത് പ്ലസ് ത്രെഡ് ലെങ്ത് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മുടെ ഈ ഒരു ത്രെഡിൻ്റെ ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദിസ് ഷാങ്ക് ഡയമീറ്റർ. എന്താണ് ത്രെഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഷാങ്ക് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഷാങ്കിനാണ് ഡയമീറ്റർ കൂടുതൽ വെൻ കമ്പയർഡ് ടു ത്രെഡ്. ഇനി നമ്മളെപ്പോഴും ഈ ഒരു ഷാങ്ക് അല്ലെങ്കിൽ ത്രെഡ് ബോൾട്ടിൻ്റെ ഡയമീറ്റർ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സ്മോൾ ഡി കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്മോൾ ഡി, അതായത് ആ ഷാങ്കിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ബോൾട്ടിൻ്റെ ഡയമീറ്റർ. നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും റിവറ്റിന് എന്താണ് സൈസ് ഓഫ് എ റിവറ്റ് എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ബൈ അതിൻ്റെ ഷാങ്കിൻ്റെ ഡയമീറ്റർ എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ ബോൾട്ടിലും നമ്മൾ പറയുന്നത് എന്താണ്, ഷാങ്കിൻ്റെ ഡയമീറ്റർ തന്നെയാണ് റിവറ്റിൻ്റെ ബോൾട്ടിൻ്റെ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ത്രെഡ് ഡയമീറ്റർ ലെസ് ദാൻ ഷാങ്ക് ഡയമീറ്റർ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു ബോൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ റിവറ്റും മൈൽഡ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്, ബോൾട്ടും മൈൽഡ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്റർ ഓഫ് ഹെഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ്. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ ഡി, ഡയമീറ്റർ ഓഫ് ഹെഡാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ഞാനിതിൽ പറഞ്ഞത് തന്നെ ഒരു ഹെഡ് പോർഷനുണ്ട്, ഷാങ്ക് പോർഷനുണ്ട്, ത്രെഡ് പോർഷനുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതാണ് ഡയമീറ്റർ ഓഫ് ഹെഡാണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഷാങ്ക്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അവിടെ റിവറ്റിൻ്റെ പറഞ്ഞ പോലെ നോമിനൽ ഡയമീറ്റർ എന്നോ ഡയമീറ്റർ ഓഫ് ബോൾട്ട് എന്നോ മേജർ ഡയമീറ്റർ എന്നോ പറയാം. പിന്നെ ഇവിടെ ഡയമീറ്റർ ഹോളിനെ ഡിനോട്ട് ചെയ്യുന്നത് D0 എന്നായിരുന്നു. നമ്മുടെ റിവറ്റിൽ ഡയമീറ്റർ ഹോളിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്, D' എന്നായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും D0 എന്നാണ് ഡയമീറ്റർ ഹോള് അല്ലെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡയമീറ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ANB എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ANB എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ബോൾട്ട് ഇൻ ത്രെഡഡ് പോർഷൻ. ഓക്കെ, ഇതല്ലേ ത്രെഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രെഡഡ് പോർഷനിൽ നമ്മുടെ ബോൾട്ടിൻ്റെ ഏരിയ അതാണ് ANB എന്ന് പറഞ്ഞത്. ഇനി ASB എന്ന് പറഞ്ഞാലോ ഏരിയ ഓഫ് ബോൾട്ട് ഇൻ ഷാങ്ക് പോർഷൻ, ഈ ഭാഗത്തുള്ള ഏരിയ അതാണ് ASB എന്ന് പറയുന്നത്. അപ്പോൾ ഈ ANBയും ASBയും തമ്മിലൊരു റിലേഷനുണ്ട്. ദാറ്റ് ഈസ് ANB ഈസ് ഈക്വൽ ടു, അതായത് ഏരിയ ഓഫ് ബോൾട്ട് ഇൻ ത്രെഡഡ് പോർഷൻ ഈക്വൽ ടു 0.78 ടൈംസ് ഏരിയ ഓഫ് ബോൾട്ട് ഇൻ ഷാങ്ക് പോർഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷാങ്ക് പോർഷൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടാം, നമ്മൾ സാധാരണ ക്രോസ് സെക്ഷൻ ഏരിയ എങ്ങനെ എടുക്കുന്നത്, π/4 D². ഓക്കെ, π/4 × D². ഇവിടെ D എന്ന് പറയുന്നതാണ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് തന്നെയാണ്. അപ്പോൾ ANB എന്ന് പറയുന്നത് ഈക്വൽ ടു 0.78 ASB ആണ്. അത് പഠിച്ചു വയ്ക്കുക, അത് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്രേഡ്സ് ഓഫ് ബോൾട്ടിൽ വരുന്നതിന് മുന്നേ ഒരു ബോൾട്ടിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഡയമീറ്റർ ഓഫ് ഷാങ്ക് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ റിവറ്റിൽ ഡയമീറ്റർ ഓഫ് ഹോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓരോരോ കണ്ടീഷൻ പറഞ്ഞല്ലേ, അതുപോലെ ഇവിടെ ബോൾട്ടിനും നമ്മൾ ഏത് ഡയമീറ്റർ ബോൾട്ടാണോ എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ ഡയമീറ്റർ ഓഫ് ഹോള് ചേഞ്ച് ചെയ്യും. സോ നമ്മളിപ്പോൾ പറയുകയാണ് എൻ്റെ ഡയമീറ്റർ ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ 12 to 14 mm സൈസിലുള്ള ഒരു ബോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D+1 mm ആയിരിക്കണം. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടാണ്. ഇനി എൻ്റെ ഡയമീറ്റർ ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ 16 to 24 mm ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഹോൾ എന്ന് പറഞ്ഞാൽ D+2 mm ആയിരിക്കണം. ആൻഡ് ഇഫ് D ഈസ് ഗ്രേറ്റർ ദാൻ 24 mm എന്താണ് നമ്മുടെ ഡയമീറ്റർ ഹോൾ എന്ന് പറഞ്ഞാൽ D+3 mm ആയിരിക്കണം. ഇത് കാണാൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, 12 to 14, 16 to 24, ഗ്രേറ്റർ ദാൻ 24, ഇതിനിടയിൽ ഒരു വാല്യൂ മിസ്സിംഗ് ആണ്. ഏതാണ്? 15 mm. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഈ 15 mm ഡയമീറ്റർ ബോൾട്ട് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാത്തത്. ഇനി നമ്മളൊരു ബോൾട്ടിനെ നമ്മൾ എപ്പോഴും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്
M16 എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ M20 എന്നൊക്കെ എഴുതിയിരുന്നാൽ അതിൽ ഈ 20 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡയമീറ്റർ ഓഫ് ഷാങ്കിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ M എന്ന് പറഞ്ഞാൽ മെട്രിക് ബോൾട്ട് എന്നാണ് മീനിങ്. എന്താണ് മെട്രിക് ബോൾട്ട്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു ബോൾട്ടിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് M20 അല്ലെങ്കിൽ M16 അല്ലെങ്കിൽ M24 എന്നൊക്കെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഷാങ്കും ഈ M എന്ന് എഴുതിയിരുന്നാൽ അത് മെട്രിക് ബോൾട്ടും ആണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രേഡ്സ് ഓഫ് ബോൾട്ടാണ്. നമുക്ക് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ളത് മാത്രമേ പറഞ്ഞു. ഒരു ഗ്രേഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ FU വാല്യൂം FY വാല്യൂം നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഒരു 4.6 ഗ്രേഡ് ബോൾട്ടാണ് എനിക്ക് തന്നത്. ഓക്കെ, 4.6 ഗ്രേഡ് ബോൾട്ട് ആണെങ്കിൽ അവിടുത്തെ FU വാല്യൂ എന്ന് പറയുന്നത് 400 Nm². ഈ 400 എങ്ങനെയാണ് വന്നത്? ഈ 4.6ൻ്റെ പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള എത്രയാണോ നമ്പർ നോക്കുക, 4 ആണ്, അതേ ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, എന്താണ് 4 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അതാണ് നമ്മുടെ FU വാല്യൂ എന്ന് പറയുന്നത്. ഇനി FY കണ്ടുപിടിക്കാനും നമുക്കൊരു മെത്തേഡുണ്ട്. FY കണ്ടുപിടിക്കാനായിട്ട് ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കുക. ഓക്കെ, അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് എത്രയാണ് കിടക്കുന്നത്, 6 എന്നുള്ള നമ്പറാണ്. സോ നമ്മൾ 0.6 ആണ്, 4 പോയിട്ടുള്ള ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് 0.6 ആണ്. സോ 0.6 ടൈംസ് നമ്മുടെ FU വാല്യൂ. FU വാല്യൂ എത്രയാണ് ഇവിടെ ഇപ്പോൾ വന്നത്, 0.6 ഇൻറ്റു 400. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 240 Nm² എന്ന് കിട്ടും. ഇത് നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ഓക്കെ അടുത്ത് നമുക്ക് വരുന്നത് 5.6 ബോൾട്ട് ഉണ്ട്. ഓക്കെ, 5.6 ബോൾട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലോ, 5.6 ഗ്രേഡാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ FU എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഈ 5 ഇൻറ്റു 100, അപ്പോൾ 500 Nm² എന്ന് വരും. ഇനി FY വാല്യൂ എന്ന് പറയുന്നത് ബാക്കി എത്രയുള്ള 0.6 അല്ലേ, അപ്പോൾ 0.6 ടൈംസ് 500, അപ്പോൾ എന്ത് വരും, 300 എന്ന് വരും. ഓക്കെ, 300 Nm² എന്ന് വരും. ഇനി ഇതേപോലെ തന്നെ 8.8 ഗ്രേഡ് ബോൾട്ട് ഉണ്ട്. 8.8 ഗ്രേഡ് ആണെങ്കിൽ എന്ത് വരും, FU എന്ന് പറയുന്നത് 800ഉം FY എന്ന് പറയുന്നത് 0.8 ടൈംസ് 800 എന്നും വരും. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 640 Nm² ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ബ്രിഡ്ജസിൽ യൂസ് ചെയ്യുന്നത് ഈ 8.8 ഗ്രേഡാണ്. ഓക്കെ, ബ്രിഡ്ജസ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രിഡ്ജസിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, ബ്രിഡ്ജസിൽ യൂസ് ചെയ്യുന്നത് 8.8 ഗ്രേഡ് ബോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോയിൽ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.